നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും RMO ഡോക്ടർ ദീപയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഓപ്പറേഷൻ തിയേറ്റർ, ലാബർ റൂം, ICU, NICU, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, കാഷ്വാലിറ്റി, ലാബ്, ഫാർമസി, AC VIP റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു. ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, കളുത്തുംകടവ്, നിലമ്പൂർ. ഫോൺ 9447 181 305. നിലമ്പൂർ ചാലിയാറിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് അകമ്പാടം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ CPIM ധർണ നടത്തി. ധർണ CPIM നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം K മോഹനൻ ഉദ്ഘാടനം ചെയ്തു. 620 ഒരു വലിയ സംഖ്യയാണ്. നമ്മുടെ മൊത്തം വരുമാനത്തിന്റെ 65% പോകുന്ന കേന്ദ്രം, എന്നാൽ ചെലവിന്റെ 60% ഓരോ സംസ്ഥാനങ്ങളും വഹിക്കും. അപസത്ത് മുഴുവൻ കുന്നുകൂടി രാജ്യത്തെ കോർപ്പറേറ്റ് തീറ്റിപ്പോറ്റാനും അവർക്ക് ആവശ്യമായി നടത്താനും പാർലമെന്റ് നിൽക്കുമ്പോ ഈ രാജ്യത്തെ സാധാരണക്കാരന് പുഴുവിന്റെ വില പോലും കൊടുക്കാൻ അവന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കും ഒരു നിർമ്മാണവും ഇന്ത്യൻ ബാറിൽ കൊണ്ടുവരും. ഭരണകക്ഷിയായ BJP പ്രധാന പ്രതിപക്ഷ കോൺഗ്രസോ ഒരുമിക്കുന്നില്ല. ഇതിന്റെ ദുരന്തമാണ് ഈ രാജ്യം നേരിടുന്നത് എന്നാക്കി പോകണം. അതുകൊണ്ട് ഇതിനെതിരായ എന്ന് പറഞ്ഞാൽ ജനസംരക്ഷണ പോരാട്ടം. അവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം. കർഷകൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കൃഷിയെ ഒരു ഉപജീവനമാക്കി തന്റെ തീറ്റിപ്പോറ്റി രാജ്യത്ത് ജനക്ഷമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിച്ച കർഷകനെ ആ മേഖല സഹിക്കാൻ അതിന് ബാധ്യതപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായി നിയമനിർമ്മാണം ഉണ്ടാവണം. പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പൊ നടക്കുന്ന കർഷകരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ഇന്ത്യൻ പാർലമെന്റിൽ നടക്കുന്നത് എന്നതിന്റെ ദുരന്തമല്ലേ ഇന്നലെ ഹരിയാന, ഉത്തർപ്രദേശ് അതിർത്തിയിൽ ഒരു യുവ കർഷകൻ വെടിയേറ്റ് മരിച്ചു. CPIM ചാലിയാർ ലോക്കൽ സെക്രട്ടറി M വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു. മുൻ ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് PT ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹിൽ അകമ്പാടം, CPIM ലോക്കൽ സെക്രട്ടറി അംഗം PT ഉമ്മർ തുടങ്ങിയവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ചാലിയാർ കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി രാജഗോപാലൻ നന്ദിയും രേഖപ്പെടുത്തി. N4 ന്യൂസ് ചാലിയാർ. അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം, ആനന്ദകരമാക്കാം കുടുംബസമേതം. അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്. ദൃശ്യചാരുതയിൽ ചേലിട്ടൊഴുകുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം. ആകർഷകങ്ങളായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വാദ്യകരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ രാത്രി 9 മണി വരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പിഞ്ചോമനകൾ ആർത്തുല്ലസിക്കട്ടെ, സായാഹ്നങ്ങൾ സമ്മോഹനമാകട്ടെ. വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക്. റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക്, ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം, മമ്പാട്.